ഹായ് ഓൾ. കുട്ടികൾ വളരുമ്പോൾ ചുറ്റുപാടുള്ളവരുടെ ലോകത്തിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് സെൻസസിലൂടെയാണ്. കാണുന്ന കാഴ്ച, കേൾക്കുന്ന ശബ്ദങ്ങള്, രുചി, മണം, സ്പർശം ഇവയെല്ലാം ബ്രെയിൻ സ്വീകരിച്ച് ക്രമീകരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്ന കഴിവുകളെയാണ് സെൻസറി സ്കിൽസ് എന്ന് പറയുന്നത്. സെൻസറി സ്കിൽസ് കുട്ടികളുടെ പഠനം, ശ്രദ്ധ, ചലനം, ഇമോഷണൽ റെഗുലേഷൻ, അതുപോലെ തന്നെ കുട്ടികളുടെ പെരുമാറ്റം ഇതിനെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് ശബ്ദം, വെളിച്ചം ഇതിനോടൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവാം, എന്നാൽ ചിലർക്ക് കുറഞ്ഞ രീതിയിലായിരിക്കാം പ്രതികരണം ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ അവരുടെ പഠിപ്പിനെയും പെരുമാറ്റത്തെയൊക്കെ ബാധിക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികളുടെ സെൻസറി നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ശരിയായ രീതിയിലുള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. സാധാരണയായിട്ട് നമുക്ക് 8 സെൻസറി സിസ്റ്റംസ് ആണുള്ളത്. ആദ്യത്തേത് കാഴ്ച. നമ്മൾ കാണുന്ന പലതരം ഷേപ്സ്, കളേഴ്സ്, അതുപോലെ തന്നെ ലൈറ്റ്, മൂവ്മെന്റ്, ഡെപ്ത് ഇതിനെങ്ങനെയാണ് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ള ബ്രെയിന്റെ എബിലിറ്റി. അടുത്തത് കേൾവി. നമ്മൾ കേൾക്കുന്ന പലതരം സൗണ്ടുകൾ അതിന് ബ്രെയിൻ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള എബിലിറ്റി. അതുപോലെ തന്നെ സ്മെല്ല്, പലതരം സ്മെല്ലുകളെ ബ്രെയിൻ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നു, അതിനെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എബിലിറ്റി. അതുപോലെ തന്നെ ടേസ്റ്റ്, പല ഫ്ലേവേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ആ ഫ്ലേവേഴ്സിനെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ബ്രെയിന് ഡിറ്റക്ട് ചെയ്ത് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന എബിലിറ്റി. അടുത്തത് സ്കിന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ടെക്സ്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വല്ല പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബ്രെയിനിന്റെ എബിലിറ്റി. അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് വെസ്റ്റിബുലാർ. വെസ്റ്റിബുലാർ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഗ്രാവിറ്റി, ബാലൻസ്, മൂവ്മെന്റ് ഇതൊക്കെ നിലനിർത്തുന്നതിലൂടെ ബോഡി എങ്ങനെ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നു എന്നുള്ള എബിലിറ്റി. അടുത്തതാണ് ബോഡി അവയർനെസ്. അതായത് മസിൽസും ജോയിന്റ്സ് ഒക്കെ നൽകുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മുടെ ബോഡിനെ കുറിച്ച് നമ്മൾ അവെയർ ആകുക. ഇത് മൂവ്മെന്റ് പ്ലാനിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്നതാണ് ഇൻട്രോസെപ്ഷൻ. അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന സെൻസേഷനെ കുറിച്ചിട്ട് നമ്മൾ അവെയർ ആകുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വിശക്കോ, ദാഹിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് കുട്ടികൾ സെൻസറി സ്കിൽസ് ഒക്കെ പഠിക്കുന്നത്? കുട്ടികൾ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് സെൻസറി സ്കിൽസ് ഒക്കെ പഠിക്കുന്നത്. സെൻസറി സ്കിൽസ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് പലതരത്തിലുള്ള ലൈറ്റ്, കളർ, ഷേപ്പ്, മൂവ്മെന്റ്, ടെക്സ്ചർ ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. പാരന്റ്സ്, കെയർ ഗിവേഴ്സ് കുട്ടികൾക്ക് സെൻസറി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? കുട്ടികൾക്ക് പുതിയ ആളുകളെയും അതുപോലെ സ്ഥലങ്ങളെയും പരിചയപ്പെടുത്തണം. അതുപോലെ ഒബ്ജക്ട്സിനൊക്കെ തൊടുമ്പം അതിന്റെ ടെക്സ്ചറിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടികളെ അനുവദിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, എക്സ്പീരിയൻസസ് ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ സിറ്റുവേഷനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊക്കെ അവരോട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നോട്ടീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെൻസറി സ്കിൽസ് മെയിൻ ആയിട്ട് 2 തരമായിട്ടാണ് കാണപ്പെടുന്നത്: ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ലാർജ് മസിൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കയ്യിലും കാലിലും എല്ലാം കാണുന്നവ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓടാനും ചാടാനും ക്ലൈംബ് ചെയ്യാനൊക്കെ റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ ബർത്ത് തൊട്ടിട്ട് ചൈൽഡ്ഹുഡിലൂടെയാണ് ഇത് ഡെവലപ്പ് ആവുന്നത്. നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എവറിഡേ ആക്ടിവിറ്റീസിന് എല്ലാം ഭയങ്കര അത്യാവശ്യമാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ബാലൻസിങ്ങിനും അതുപോലെ തന്നെ ബോഡി കോർഡിനേഷന്റെയും ബേസ് ആണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. രണ്ടാമത്തെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. അതായത് നമ്മുടെ കൈയും വിരലുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ചെറിയ ചെറിയ മൂവ്മെന്റ്സ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ക്ലോത്ത്സിന് ബട്ടൺ ഇടുന്നത്, വരയ്ക്കുന്നത്, ചെറിയ ചെറിയ ഒബ്ജക്ട്സ് പിക്ക് ചെയ്യുന്നത്, അതുപോലെ ചെറിയ കുട്ടികളെല്ലാം ടോയ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. എന്താണ് സെൻസറി മോട്ടോർ സ്കിൽസ്? സെൻസറി ഇൻപുട്ടും മോട്ടോർ ആക്ഷനും കമ്പൈൻ ചെയ്തതാണ് സെൻസറി മോട്ടോർ സ്കിൽസ്. സെൻസറി ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ ഇതിനെല്ലാം റിസീവ് ചെയ്തിട്ട് അതിനെ പ്രോസസ് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ട ഫിസിക്കൽ മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് കാണിക്കുന്ന ആ ഒരു എബിലിറ്റിനെ പറയുന്നതാണ് സെൻസറി മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഈ കഴിവുകൾക്ക് കുട്ടികളുടെ വളർച്ചയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് കുട്ടികളെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സ്പേഷ്യൽ അവയർനെസ് ഡെവലപ്പ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. സെൻസറി മോട്ടോർ സ്കിൽസ് കുട്ടികളെ അവരുടെ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലേണിംഗ്, അറ്റൻഷൻ ഇതിനെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സെൻസറി മോട്ടോർ സ്കിൽസ് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൻസറി മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടേണ്ടി വരും. പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് കുട്ടികളിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പം ബാലൻസ് ചെയ്ത് ചെയ്യാനും അതുപോലെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എഴുതുമ്പോൾ പലതരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ സ്പേഷ്യൽ അവയർനെസ് കുട്ടികളിൽ കുറവായിരിക്കും.
സെൻസറി മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റിൽ ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ഫുഡ് പ്രോപ്പറായിട്ട് വായയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുത്താൽ അത് പ്രോപ്പറായിട്ട് ഒരു പ്ലേസിൽ വെക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ടോയ്സ് എന്തെങ്കിലും എടുത്താൽ അത് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ കുട്ടികൾ നീന്തി പോകുന്ന അല്ലെങ്കിൽ നീങ്ങുന്നൊക്കെ പ്രായത്തിൽ അവർക്ക് അതിനോടൊക്കെ താല്പര്യക്കുറവെല്ലാം ആ സമയത്ത് അനുഭവപ്പെടാം. കുട്ടികളിൽ സെൻസറി സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനായി നമ്മൾ എയ്ഡർ റിഹാബ് സർവീസസിൽ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 28, 29, 30 തീയതികളിൽ. ഈ തീയതികളിൽ കുട്ടികൾക്ക് വിവിധ തരം പരിശീലനങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇംപ്രൂവ് ചെയ്യുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? കുട്ടികൾക്ക് സെൻസറി മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കാണിക്കുക. അവർക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങോ തെറാപ്പിയോ നൽകുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് സെൻസറി മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള നല്ല എക്സ്പോഷർ കിട്ടുന്ന എക്സ്പീരിയൻസസിലൂടെ കുട്ടികളെ വളർത്തുക. ഇതിൽ സെൻസറി പ്ലേ, അതായത് പലതരത്തിലുള്ള നിറങ്ങള്, ശബ്ദങ്ങള്, സ്പർശം ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള കളികളിലൂടെ കുട്ടികളുടെ ശ്രദ്ധ, പഠനമൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ്, ചെറിയ ചെറിയ ചലനങ്ങളിലൂടെ കുട്ടികളുടെ ബ്രെയിനെ സജീവമായി പ്രവർത്തിക്കാനും അവരുടെ പഠിപ്പ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നത്. ഫിസിക്കൽ എക്സസൈസസ്, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ പെർസെപ്ഷൻ, കാര്യങ്ങൾ ഡെപ്തിൽ മനസ്സിലാക്കാനും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ്, കാര്യങ്ങളെ ചിന്തിച്ച് വേണ്ട രീതിയിലുള്ള ഡിസിഷൻസ് കറക്റ്റായി എടുക്കാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ജഡ്ജ്മെന്റ്, നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കുട്ടികളുടെ ജഡ്ജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ ലിസണിംഗ് സ്കിൽസ്, കാര്യങ്ങൾ നല്ലപോലെ കേട്ട് ശ്രദ്ധയോടെ കേട്ടിരിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് കൂട്ടാനായിട്ട് സഹായിക്കുന്നത്. ഇത്തരം വിവിധ രീതിയിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങളാണ് നൽകുന്നത്. കുട്ടികളുടെ ദിനചര്യയിൽ ഈ പരിശീലനങ്ങൾ ഉൾപ്പെടുത്തുന്നത് അവരുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ഭാവി കഴിവുകൾക്കും വളരെ സഹായകരമായിരിക്കും. ഈ ഓരോ സ്കിൽസ് കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ടെന്നും അതിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അവർക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതെന്നും അതുപോലെ അവരുടെ പൊട്ടൻഷ്യൽ, കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് അവർക്ക് കൂടുതൽ സപ്പോർട്ട് വേണ്ടതെന്നും തിരിച്ചറിഞ്ഞിട്ട് കറക്റ്റായിട്ട് അവരുടെ പാരന്റ്സിലോട്ട് എത്തിക്കാനായിട്ട് ഇത് സാധിക്കും. അതുവഴി അവർക്ക് ആവശ്യമുള്ള ഏരിയാസിൽ അവർക്ക് കൂടുതൽ ഫോക്കസ് കിട്ടാനും അതുപോലെ തന്നെ അവരുടെ സ്ട്രോങ് ഏരിയാസ് നല്ല രീതിയിൽ കീപ്പ് ചെയ്തു പോകാനും ഈ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. താങ്ക്